FCRA ബില്ലിൽ ആശങ്കയൊഴിയാതെ ക്രൈസ്തവ സഭകൾ പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും നേരിൽ കാണാൻ ശ്രമം. ബിൽ പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണമെന്നുള്ളതാണ് KCBCയുടെ നിലപാട്. പ്രതിസന്ധി BJP നേതൃത്വം തിരിച്ചറിഞ്ഞുവെന്ന് ക്ലിമ്മിസ് ബാവ പറഞ്ഞു. FCRA വിഷയത്തിൽ മുസ്ലിം സമുദായവുമായി ചർച്ചകൾ നടത്തുമെന്നും ബാവ വ്യക്തമാക്കി. FCRAയുടെ പുതിയ അമെൻമെന്റിനെ കുറിച്ചുള്ള ചർച്ച പാർലമെന്റിൽ അത് മാറ്റിവെച്ചു എന്നുള്ളത് സ്വാഗതാർഹമാണ്. അതിന് ഗവൺമെന്റിനോട് നന്ദി പറയുന്നു. BJPയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ കൂടെ വെളിച്ചത്തിലായിരിക്കാം അവരിത് മാറ്റിവെച്ചത്. ഒരു കാര്യത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒട്ടേറെ പേർക്ക് ഇതിൻ്റെ ഗൗരവം കൂടുതൽ മനസ്സിലായി ഈ 2-3 ദിവസങ്ങളിലെ ചർച്ചകൾ എന്നുള്ളതാണ്. FCRA വിഷയവുമായി ബന്ധപ്പെട്ട് സഭകൾ മാത്രമല്ല, ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും കൂടി ഒന്ന് ആലോചിച്ചിട്ട് അടുത്തൊരു കാര്യത്തിലേക്ക് കയറാമെന്ന്. സജോ ദേവസ്യ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സജോ, ന്യൂനപക്ഷങ്ങളെ അപ്പാടെ, അതിനോടൊപ്പം NGOകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം അടക്കമുള്ള കാര്യങ്ങൾ, അവരുടെയൊക്കെ ആസ്തിയുമായി ബന്ധപ്പെട്ട ആശങ്ക, ഇതെല്ലാം ഉണ്ട്. വഖഫിന്റെ നിയമത്തിന്റെ ചട്ടക്കൂടുമായി തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് FCRA എന്നതടക്കമുള്ള വിശകലനങ്ങളും നിരീക്ഷണങ്ങളും വരുന്നുണ്ട്. ഒരു പൊതു ചർച്ചയും ഒരു പൊതു അഭിപ്രായ രൂപീകരണവുമാണ് ഇപ്പോൾ സഭകൾ ലക്ഷ്യമിടുന്നത് എന്ന് തോന്നുന്നു. മാധു, ഉറപ്പായും. അതായത് ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം ഈ കാര്യത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നതും ശ്രദ്ധേയമാണ്. അതായത് അവർ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുവായ ഒരു അഭിപ്രായ രൂപീകരണത്തിന് സമയം വേണം, അതായത് ചർച്ച വേണം. അങ്ങനെ അഭിപ്രായ രൂപീകരണം ഉണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ആവശ്യമായ മാറ്റങ്ങളോടുകൂടി പരിഷ്കാരങ്ങളുമായി വേണമെങ്കിൽ മുന്നോട്ട് പോകാം എന്താണ് അവരുടെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനുവേണ്ടിയാണ്, അതായത് സാധാരണഗതിയിൽ ഇത്തരം ബില്ലുകൾ വരുമ്പോൾ അതിൽ അഭിപ്രായ രൂപീകരണം വേണം എന്ന ആവശ്യം ഉയർന്നാൽ ജനാധിപത്യപരമായി അത് പരിഗണിക്കപ്പെടേണ്ടതാണല്ലോ. അതാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അതായത് ഈ കാര്യത്തിൽ ക്രൈസ്തവ സഭകളുടെ വലിയ ആശങ്ക, അവർ തുടർന്ന് അങ്ങോട്ടേക്കും കാര്യമായി തന്നെ ഏതെങ്കിലും നിലയ്ക്ക് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കാണാൻ കഴിയുമെങ്കിൽ നേരിട്ട് തന്നെ ഈ ആശങ്കകൾ അറിയിക്കാനുള്ള ലക്ഷ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് നീട്ടിവച്ചിരിക്കുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം എന്താകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ ചർച്ചയ്ക്കുള്ള ഒരു അവസരം യഥാർത്ഥത്തിൽ ഉരുത്തിരിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ പാർലമെന്ററി സമിതിക്ക് വിടുന്നു, അതിനുശേഷം പൊതു അഭിപ്രായ രൂപീകരണത്തിലേക്ക് പോകാം. ഇതിൽ പലപ്പോഴും ഏത് ഘട്ടത്തിലും എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആയുധമാക്കാൻ കഴിയുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഇത് പൂർണ്ണമായും നിയമമാകുന്നതോടുകൂടി, പുതിയ നിയമമാകുന്നതോടുകൂടി സംഭവിക്കുക ഏത് ഘട്ടത്തിലും അതിലെ പല ക്ലോസുകളും ഉപയോഗിച്ച് സ്വത്തുവകകൾ ഏറ്റെടുക്കാം. അപ്പോൾ ആർക്ക് നേരെയും ഇത് പ്രയോഗിക്കാം. അപ്പോൾ ലോക്കൽ ഫണ്ട് ഏതാണ്, NGO ഫണ്ട് ഏതാണ്, അല്ലെങ്കിൽ FCRA ഫണ്ട് ഏതാണ് എന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത വസ്തുവകകൾ സമ്പൂർണ്ണമായി നഷ്ടമായി പോകുന്ന, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കപ്പെട്ടു പോകുന്ന, അത് പിന്നീട് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മറ്റാവശ്യങ്ങൾക്ക് പോയി വിനിയോഗിക്കാനോ അത് കൈമാറ്റം ചെയ്യാനോ പോലും കഴിയും. അങ്ങനെ വരുമ്പോൾ ഏത് ഘട്ടത്തിലും ഇതൊരു ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള ആയുധമായി ഉപയോഗിക്കപ്പെടും എന്നതാണ് ക്രൈസ്തവ സഭകളുടെ പൊതുവായ ആശങ്ക. അതിനും അപ്പുറത്തേക്ക് ഫണ്ട് വരുന്നത് തടയുന്നോ എന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള വലിയ ആശങ്ക ഇതിനകത്ത് യഥാർത്ഥത്തിലുണ്ട്. അതായത് ഒരു സിസ്റ്റത്തെ തന്നെ തകർത്ത് കളയാൻ കഴിയും വിധം ഇതിലെ ചില ക്ലോസുകൾ ഉപയോഗിക്കപ്പെടാം എന്നതാണ് അവരുടെ ആശങ്ക. ആ കാര്യത്തിൽ ചർച്ച വേണം, അതിൽ തിരുത്തൽ വേണം. ആ ഭേദഗതി നിർദ്ദേശം ഒന്നടങ്കം അതിൽ മാറ്റങ്ങൾ വേണ്ടതില്ല എന്ന അഭിപ്രായം സഭകൾ പറയുന്നില്ല എന്നാണ് സഭാ നേതൃത്വം പറയുന്നത്. പകരം ഇങ്ങനെ ദുരുപയോഗിക്കപ്പെടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എടുത്ത് ആയുധമായി ഉപയോഗിക്കപ്പെടാൻ കഴിയും വിധമുള്ള കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു പൊതു ചർച്ചയും അഭിപ്രായ രൂപീകരണവും വേണം എന്ന അഭിപ്രായമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ കാര്യത്തിൽ തുടർന്ന് അങ്ങോട്ടേക്കും സജീവമായ സമ്മർദ്ദ ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുക. ഇപ്പോൾ അത് നീട്ടിവെച്ചു എന്നതിൽ ഒരു ആശ്വാസമുണ്ട് എന്ന് അവർ പറയുമ്പോഴും അതിലെ അധികാരത്തിന്റെ ഭീഷണിക്കു കീഴിൽ ന്യൂനപക്ഷങ്ങളെ കെട്ടിയിടുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് അവരുടെ ആശങ്ക. അതിന് പരിഹാരമുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പൊതുചർച്ചകളും അഭിപ്രായ ഐക്യമുണ്ടാക്കലും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.